കച്ചോടം കൂടണയാനൊരു തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ ശരിക്കും പറഞ്ഞോളാൻ. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായി. നിത്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കും. എന്തത് രാജാവാണ്, രാജാവ് ആ ടെമ്പൂലോട് വരണം. രാജാവിനെ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണൊക്കെ ഇങ്ങനെ കിട്ടി. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. ഞങ്ങൾ ചെന്നില്ല ഇപ്പൊ മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. നിത്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കും. എന്റെ ഹൃദയവത, എന്റെ ഹൃദയവത ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി, ഈ ദുഃഖത്തിൽ നിന്ന് ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ, ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് അനുവദിച്ചാലും. കളിക്കണ പ്രാജ്യ ഞാൻ കളിക്കിട്ട് കാര്യമില്ല. ഏട്ടങ്ങടി പറയണത് അതിക്ക് പറയാനുള്ള ഡയലോക്കാ. പിന്നല്ലാണ്ട് ഏട്ടങ്ങടിയിൽ തോപിത്തിന്റെ പ്രാർത്ഥനയത്. കുരുവേട്ട അങ്ങട് ചെന്നങ്ങട് പൊരിക്ക്. പ്രാഞ്ചിയെ നമുക്ക് ഇതിന്റെ ഡയലോഗ് ഒന്ന് ചുരുക്കാൻ പറ്റും? ഇതെന്തുട്ടാ കൊട ചുരുക്കാനായിട്ട്? അല്ല, ഇത് എനിക്ക് ഇങ്ങനെ തന്നെ ഇത് പറയണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേ കഥാപാത്രം. ഏത് കഥാപാത്രം? നസ്രിയ. അതെ, അങ്ങനെ ഡയലോഗ് ചുരുക്കാനും പറ്റില്ല. അങ്ങനെ ഓരോരുത്തരുടെയും ഡയലോഗ് ചുരുക്കിയ 2 മണിക്കൂർ കളിക്കേണ്ട നാടകം 10 മിനിറ്റ് ഉണ്ടാവും. മാത്രമല്ല ഒരു എഴുത്തുകാരനെ നിലയ്ക്ക് എനിക്ക് സമ്മതിക്കൂല. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണോന്നും നടക്കില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരി, എന്നാ നീ ഒന്ന് ആദ്യം ഇങ്ങോട്ട് കാണിച്ചെനിക്ക്. എന്റെ ഡയലോഗ് ഒന്ന് വായിച്ചോട്ടെ. അത് ഇത്രേ ഉള്ളൂ. മേദിയായിലെ എക്ബത്താനയിലുള്ള രഘുവേലിന്റെ മകൾ സാറ. എവിടെയുള്ള സാറ? മേദിയായിലെ എക്ബത്താനില്ലേ, അവിടെയുള്ള രഘുവേലിന്റെ മോള് സാറ. ഇവന് ഭയങ്കര പരിചയമുള്ള സ്ഥലട്ടാ. അച്ഛതൊന്നും നടക്കണ കാര്യമില്ല. നമുക്ക് വല്ല പരിചയമുള്ള പേരും പറഞ്ഞോളൂ. അതന്നെടാ ഞാനും പറഞ്ഞ്. അതെ, ഇത് ബൈബിൾ കഥയാണ്. പഴയ നിയമത്തിലെ തോബിത്തിന്റെ ജീവിതമാണ് നാടകം. ദൈവഭക്തനും നിയമങ്ങൾ പാലിക്കുന്നവനും അതുപോലെ തന്നെ ഉദാരമതിയുമായ തോബിത്തിന് തിക്തമായ അനുഭവങ്ങളാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. പരസ്നേഹ പ്രവൃത്തികളിൽ വ്യാപൃതനായ അദ്ദേഹം അന്ധനായിത്തീരുന്നു. ജീവിതം തന്നെ കൈപ്പുള്ളതാകുന്നു. പ്രാഞ്ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാണ് ഈ നാടകത്തിന്റെ നെടുന്തൂണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല. ഈ വക ചെളിയൊന്നും പറയല്ലേ. പിന്നെ അഭിനയിക്കാൻ വേറെ ആളെ കിട്ടാണ്ടോന്നല്ല. എന്നാ നീ അഭിനയിപ്പിച്ചാണ്. പാണങ്കാട് തറവാട്ടിൽ ഓരോരുത്തരും ആർട്ടിസ്റ്റുകളാട്ടാ വിചാരിച്ച നീ. അതെ, ഇനി പുതിയ നിയമല്ല പഴയ നിയമല്ല, ഏതാ ചവന്നോട്ടെ. കലക്കുഞ്ഞി കാണിച്ചു കൊടുക്കണം. ആരടാണ്? മേദിയായിലെ എക്ബത്താനയിലുള്ള എവിടുത്തെ? അതെ, പറടാ, ചിരിക്കണ്ടേ. മേദിയായിലെ എക്ബത്താനയിലുള്ള ഞാൻ പറയട്ടെ, ഞാൻ നെഞ്ചൊന്ന് പിരിക്കട്ടെ. നീ ആ മൈക്ക് പിടിച്ച് പറയേ. ഉള്ളീന്ന് വരട്ടെ. മേദിയായിലെ എക്ബത്താനിലുള്ള രഘുവേലിന്റെ മകള് സാറ. രഘുവേലിന്റെ മകൾ. സോറി, അയ്യോ എന്താ പറഞ്ഞേ? പ്രാഞ്ചേട്ടാ, അത് ഒറ്റടിക്ക് പറയാം. രഘുവേലിന്റെ മകൾ മേദിന്ന് തുടങ്ങണം. മേദിയായിലെ എക്ബത്താനയിലുള്ള രഘുവേലിന്റെ മകൾ. വെള്ളം കുടിക്കാൻ കൊണ്ടു വെച്ചിട്ട് അവിടെ ആരെങ്കിലും? ആലിസേ, കട്ടൻ ചായ എടുക്ക്. കട്ടൻ ചായ എല്ലാവരും ഇത് പഠിച്ചിട്ട് പോയാട്ടോ. കട്ടൻ ചായ എടുക്ക്. ഇത് ശരിയാവില്ല ചേട്ടാ. എന്ത് വേണ്ട ചേട്ടനെ വിളിച്ചാ ഞാൻ പറട്ടെ. ഒന്നില്ലെങ്കിൽ മേദിയാനില്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു മാറ്റണം. മേദിയായിലെ മുഴുവൻ തന്നെ ശരിയാവുള്ളൂ. മേദിയായിലെ ഇത് രണ്ടും കൂടി ഓർമ്മ നിൽക്കേണ്ട ഒരു മനുഷ്യന് ഒന്ന് മതി. ഞാൻ ഒറ്റ ചവിട്ടാണ് ചവിട്ടിയാണല്ലോ. ഈ മൈക്ക് കുറെ നേരായിരുന്നു. എന്തിട്ട് നോക്കി നിൽക്കണ അവിടെ? എന്തെങ്കിലും അഴിച്ചു മാറ്റണ്ട. ഇതൊന്നും വലിച്ച് കെട്ടിയാടാ മുകളിലേക്ക്. ഇന്ന് അഴിച്ചു മാറ്റിയ വലിച്ചു കെട്ടിയാ മതി. ഇതൊന്ന് കുത്തി നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു അക്ഷരം പറയാൻ കിട്ടണില്ല. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഭസ്മക്കോട്ട തൂക്കിട്ട് മനുഷ്യനെ
പറഞ്ഞോ മേദിയയിലെ എക്ബത്താനിലുള്ള മേദിയാനിലെ എക്ബത്താനിലുള്ള ബാക്കി പറടോ. ആലീസ് ചേച്ചിയെ, ഈ അച്ഛൻ നമ്മുടെ ഇടവകയിൽ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ. എന്ത് കാര്യത്തിന് ഓടി ഓടി നമ്മുടെ പാണങ്ങാടൻ തറവാട്ടിലൊരു വരവ്. നേരാണ്, സംഗതി നമുക്കൊരു അഭിമാനമൊക്കെയാണ്. പക്ഷെ ഇത് ശരിയാവുന്ന എനിക്ക് തോന്നണില്ല സൂസേ. ചേച്ചിക്ക് അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലേ നമുക്കൊന്നിച്ചേന്ന് ഇതങ്ങ് കൊളവാക്കിയാലോ? ഞാൻ എന്തായാലും ആ വേഷം ചെയ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, നീയും ചെയ്യരുതും. എടി രഘുവേലിന്റെ പുത്രി സാറേണ് ഞാൻ. അത് 7 പ്രാവശ്യം കല്യാണം കഴിച്ചോളേ. മാത്രല്ല ആ പെണ്ണേ ആദ്യ രാത്രി തന്നെ കെട്ടിയാനെ കഴുത്തിരിച്ച് അങ്ങോട്ട് കൊല്ലും. എന്നെ കൊണ്ടൊന്നും പാടില്ല അങ്ങനെ ചെയ്യാൻ. അല്ല ആലീസ് ചേച്ചി, അത് പ്രശ്നമാവില്ലേ? എന്തു പ്രശ്നം? എന്റെ ചേച്ചിയെ കുരുവേട്ടനും പ്രാഞ്ചേട്ടനും അല്ലേ അഭിനയിക്കുന്നത്. നമ്മളിൽ ആരെങ്കിലും ഒരാൾ സാറ് ആയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എന്ത് ചെയ്യാൻ, നാടകം നടക്കൂല. കുന്താണ്. അവന് വേറെ നാടകം നടിയെ കൊണ്ടുവരില്ലേ? ഇല്ല മോളെ, ഈ ഇടവകയിലുള്ളവര് മാത്രമാണ് നാടകത്തിൽ അഭിനയിക്കാൻ പാടുള്ളൂ. ആ നാടകമാണ് തട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ അകത്തുനിന്നായാലോ? എന്നുവെച്ചാല് എന്റെ ചേച്ചി നമ്മുടെ ഇടവകയിൽ നിന്നൊരാളായാലോന്ന്. ദേ, ആ കത്രീനേച്ചിയുടെ മരുമോളിൽ ഇല്ലേ നാടക നടിയെന്നും പറഞ്ഞു നടക്കുന്ന ഒരുത്തി, അവളെങ്ങാനും വന്നാലോ? കർത്താവേ, ഞാൻ ആ കാര്യം മറന്നുപോയി. എന്താ മുതലെന്നറിയുമ്പോ അവള് ആൾക്കാരെ കാണുമ്പോല്ലേ അവക്ക് 4 കാലും 4 കൈയും കൂടി ആവും. ആ പിശാചിനെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് കുത്തുകൊടുക്കാൻ തോന്നും. അത് പറഞ്ഞപ്പോഴേ ചേച്ചി ഓർത്തത്. ഇന്നാള് ഞാനും പ്രാഞ്ചേട്ടനും പള്ളി പോയിട്ട് വന്നില്ലേ, പ്രാഞ്ചേട്ട അവളെ കണ്ടപ്പോ പറയാണേ, ലില്ലിക്കുട്ടി നിന്റെ സൗന്ദര്യം ഇത്തിരി കൂടിയിട്ടുണ്ടല്ലോ എന്ന്. അവളുടെ ഒരു കിണുങ്ങലും മറ്റും കണ്ടിട്ട് എനിക്ക് പെരു വെതലീനാ കേറിയത്. സൂസേ, നീ പ്രാഞ്ചിനൊന്ന് ശ്രദ്ധിച്ചോട്ടാ. അതെന്തിനാ? അവനുണ്ടല്ല പെണ്ണുങ്ങൾക്കിടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ അറിയാം. എന്റെ കുരുവേട്ടനൊരു പൊട്ട. ഈ കാര്യത്തിലൊക്കെ ഇത്തിരി പൊട്ടനായിരിക്കുന്ന ഞാൻ നല്ലത്. ആണല്ലേ? അല്ല സൂസ, നമ്മിനി എന്താണ് ചെയ്യണ? വേറെ പെണ്ണുങ്ങൾ കാലുകുത്തരുത്. കുത്തരുത്. ചേച്ചി തന്നെ ആയാ മതി സാറാ. അയ്യോ, അത് മതി. നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റില്ലേ? അല്ല കാര്യം എനിക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. അത് വേണ്ടാട്ടാ. വേണ്ടല്ലേ? കുറച്ച് പട്ടയം കൂടെ ഉണ്ട്, നമുക്കത് പറക്കാം. അസ്മോദേവൂസിന്റെ ദുഷ്ടപിശാചിനാൽ നിന്റെ 7 ഭർത്താക്കന്മാരും വധിക്കപ്പെട്ടു എന്ന് നീ പറയുന്നു. സത്യമതാണോ സാറാ? പ്രാഞ്ചേ, നമുക്കിപ്പോ ഈ സാറിനെ ഇവിടെ നടപ്പൊക്കുക. അതെ, പ്രാഞ്ചേട്ടനാ നായകനെങ്കിൽ സാർ ഞാൻ, കുരുവേട്ടനാണെങ്കിൽ ഞാൻ. നാടകത്തിലെങ്കിലും വേറൊരു നായകനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലേ? അതെ, ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. പ്രാഞ്ചേ, ഇവളുടെ മോന്ത നോക്കിട്ട് ഞാൻ എങ്ങനെയാടാ വികാര പരവശനായിട്ട് പ്രാണപ്രിയെന്ന് വിളിക്കുക? അപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കണതാ? നമ്മ നേരത്തെ സിനിമാ നടന്മാരെങ്കിലും മനസ്സിൽ കണ്ടാ മതി. അമ്പടി, അങ്ങനെയാണെങ്കിൽ നീ എന്റെ നായിക ആവണ്ട. അയ്യോ, അപ്പൊ നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കൂലട്ടാ. പിന്നെ അച്ഛനെ ഞങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യാണ്. സ്ക്രിപ്റ്റ് റെഡിയായി, എല്ലാം റെഡിയായി. ഞങ്ങളിത് അങ്ങോട്ട് പിന്മാറ. പാണങ്കാടൻ കോരയുടെ മക്കള് വാക്ക് പറഞ്ഞത് വാക്കാണ്. അതൊക്കെ അങ്ങ് കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ അങ്ങനെ നാടകം കളിച്ചെടുക്കണ പ്രായമൊന്നും അല്ല. അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ അത്ര നിർബന്ധമാണെങ്കിൽ നായികയായിട്ട് വല്ല ആണുങ്ങളെയും വേഷം കെട്ടിച്ചാൽ മതി. അത് നല്ല കാര്യമാണ്. വേഷം കെട്ടിട്ട് പെണ്ണാന്ന് തോന്നിക്കണെങ്കി മഞ്ചക്കാരൻ സേവിയറിനെ കൊണ്ടുവരണ്ടേ? ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അതാ പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസവും വിവരമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത്. നാടകത്തിൽ അഭിനയിക്ക ഒരു പെണ്ണിനെ വിളിച്ചു വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലേ? എന്നാ പിന്നെ കത്രീനേട്ടത്തിയുടെ മരുമോളില്ലേ ലില്ലി, അവളെ വിളിക്കാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോൾ ഏട്ടങ്ങടെ അവള് തന്നെ ആപ്റ്റാ. അവൾക്ക് നാടകത്തിൽ അഭിനയിച്ചിട്ട് കുറെ സമ്മാനം കിട്ടിണ്ടാ. പിന്നെ മൂട് സ്കൂളിൽ പഠിക്കുന്ന ആദ്യത്തെ എന്താ സോപ്പൊട്ടിയോ കുപ്പി ഗ്ലാസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് വലിയ അവാർഡല്ലേ? എടി ചെറുപ്പത്തില് സോപ്പും പെട്ടി ശ്രീ ഗ്ലാസ് ഒക്കെ കിട്ടാ, അല്ലാണ്ട് രാജകമലല്ല. പ്രാഞ്ചിയെ, അച്ഛനോട് പറഞ്ഞിട്ടേ നമുക്ക് ലില്ലിക്കുട്ടിയെ വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പ്രാഞ്ചേട്ടൻ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു നാടകം ലില്ലിക്കുട്ടി എങ്ങനെ? തോബി തോബി തോബിത് പ്രാഞ്ച പ്രാഞ്ച പ്രാഞ്ചാണോ? വറുത് പറ്റില്ല, വറുത് അല്ലേ? പ്രാഞ്ചിയെ, നമുക്കൊന്ന് വായിച്ചു നോക്കിട്ടെ ആരാ വേണ്ടെന്ന് പിന്നെ വായിക്കാം. ഞാൻ തോബി
ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ഞാൻ ജനിച്ചത്. അത് നല്ല സാധനം. ആശ്രയയിലെ നിലവിലേക്ക് എന്നോട് കൂടെ പോകുന്നു. ഇവിടെ വന്നു. അയ്യോ എന്റെ ബ്രാഞ്ചേട്ടോ, വണ്ടി ഓടിച്ചിട്ടേ തണ്ടല് പോയി. നിങ്ങൾ തമ്മിലപ്പോ മുമ്പ് പരിചയണ്ടാ? പിന്നെ നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോരാം എന്നൊരു മെഗാ സീരിയൽ ഉണ്ട്. അതിൽ ഞാനും ലില്ലിയും കൂടി ഒരുമിച്ച് അഭിനയിക്കണേ. അതിന് ഉക്കുറി ഇടയ്ക്ക് അവിടെ പോവാറുണ്ടോ? പിന്നെ നമ്മുടെ ഷാജേട്ടല്ലേ ചേച്ചിയുടെ ഭർത്താവ്, ഞങ്ങള് നല്ല കമ്പനിയാ, ഞാനൊക്കെ അവിടെ പോവാറുണ്ട്. നീ പോവാന്ന് നോക്കിയാലേ? പൂവേ, ഞാനൊരു നടനല്ലേ, എന്റെ അഭിനയം നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഉക്രോ, എന്റെ കെയർ ഓഫിൽ ഷാജുവിള നാടകത്തിന് വിടാന്ന് തന്നെ സമ്മതിച്ചത്. ഒന്നാമത് നീ ബൈക്ക് കൊണ്ടുവന്ന തന്നെ തെറ്റ്. ഓട്ടെ, സാരില്ല. ഇനിയുള്ള സംരക്ഷണം ഞാൻ ആയിക്കോളാം. അല്ല, ഞങ്ങളായിക്കോളാം. നീ പോയേ. ഡോക്ടറോ, നിനക്ക് ഇതിൽ വേഷില്ല. പോവാ നോക്കിയേ. എന്തെങ്കിലും എന്നാ ഞാൻ ചേച്ചിമാരെ വരാം. അവരൊന്നും ഇവിടെ ഇല്ല, അവര് വേളാങ്കണ്ണിക്ക് പോയിരിക്കാ. വേളാങ്കണ്ണിക്ക് പറഞ്ഞയച്ചിട്ടാണല്ലേ നിങ്ങളുടെ ഈ നാടകം കളി. എന്ത് ചെക്കൻ പറഞ്ഞേ? നീ പോവാൻ നോക്കിയാലേ? നീ റിഹേഴ്സൽ ചിട്ടിക്കല്ല, പോവാൻ നോക്കറ. ഞാനിപ്പോ ഒരു സിനിമ കാണുന്ന വെച്ചാ കയ്യില് പൈസ ഇല്ല. പൈസ നീ എന്തുട്ടെ കാണിക്കണ കയ്യിലുള്ള കാശ്? നീ പോ. 100 സിനിമ കാണാനാ? പിന്നെ എത്ര? ഏത് തിയേറ്ററിലാ? ഞാൻ ഒരു ടിക്കറ്റ് 100 രൂപ പോലെ. അതിന് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. എന്റെ കൂടെ പിന്നെന്താ നിന്റെ കൂടെ യൂണിയൻകാരൻ വരില്ല? പോടാ. ഒരു നിറയ്ക്ക് പോവില്ലാട്ടാ. അവനങ്ങോട്ട് കേട്ടണ്ടാ. ഈ നാടകം കഴിയുന്ന ഈ പരിസരത്തേക്ക് നീ വരണ്ടാട്ടാ. പിന്നല്ലാണ്ട് ഞങ്ങളൊന്ന് വെറുതെ വായിക്കായിരുന്നേ. ബാഗ് ഇങ്ങോട്ട് തന്നോളൂ. അപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാം. ലില്ലിക്കുട്ടി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളെ നീ എന്തിനാ എന്നെ അന്വേഷിച്ചു പറഞ്ഞിട്ടുള്ള? അയ്യേ, നാണയില്ലല്ലേ നിങ്ങക്ക് വേഷം ഈ വേഷത്തിന് എന്തൊരു കുഴപ്പം? പഠനല്ലേ? അയ്യേ, ഒരു പടം വന്നിരിക്കുന്നു. ഒരു ഡയലോഗ് ഇല്ലാതെ ഇങ്ങനെ കുന്തം പിടിച്ചിരിക്കാൻ നാണമില്ല ഇളയപ്പന്. ഡയലോഗ് ഉള്ള വേഷം ചോദിച്ചു വാങ്ങിച്ചൂടെ നിങ്ങൾക്ക്? ഒരു തരണ്ടേ. അയ്യോ, അല്ലാതെ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുമോ? ഓ, ഏറി വന്നൊരു പടം എന്താ പറയാ? ഉത്തരവ് ഇതല്ലേ പറയുള്ളൂ. എളേപ്പാ, നിങ്ങ ഇപ്പൊ ഒരു കാര്യം ചെയ്, ഈ വേഷം അങ്ങോട്ട് മാറ്റിക്കളാ. എന്നിട്ട് വല്ല രാജാവാ മന്ത്രിയൊക്കെ അങ്ങോട്ട് ചെയ്യണം. പ്രാഞ്ചി സമ്മതിക്കണ്ടേ? സമ്മതിക്കില്ല. വേറെ ആളാ നോക്കാൻ പറയണം. അല്ല പിന്നെ പറഞ്ഞു നോക്കല്ലേ, അതിനുള്ള ഗ്ലാമർ എനിക്കുണ്ട്. എളേപ്പാ, ഈ പ്രാഞ്ചിയും കുരുവൊക്കെ ആരാണ്? അവരൊന്നും അല്ല, എളേപ്പനാണ് ഇത് ചെയ്യേണ്ടത്. അല്ല, അവരെ കാര്യം പോട്ടെ, നിങ്ങളൊന്നും മറത്തേക്ക് വരാത്തത്. ആ കത്രീനയുടെ മോള് ലില്ലിക്കുട്ടി അഭിനയിക്കുന്ന അഭിനയം ഒന്ന് കാണണം മോളെ. അല്ല, ആരാ അവളുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നേ? അവള് സാറയല്ലേ, സാറയുടെ ഭർത്താവ് തോബിയാസ്. അതും ഇവിടെ പറഞ്ഞു. അപ്പൊ കുരുവേട്ടനാ? തോബിയത്തിന്റെ സന്തത സഹചാരി അസറിയാസ്. അപ്പൊ പ്രധാന നടനായ തോബിതാരാണ്? തോബിതാരാണെന്ന് അത് തീരുമാനായിട്ടില്ലേ? അപ്പൊ പിന്നെ അത് എളേപ്പൻ ചെയ്യുന്ന. അതെ അതെ, ഞാനാ എളേപ്പനെ കൊണ്ട് പറ്റൂന്ന്. ഇളയപ്പന് ഗ്ലാമർ ആൾക്കാ ഇവിടെ ഉള്ളേ. ചെല്ലു. എന്റെ അമ്മേ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? അങ്ങോട്ട് ചെല്ലങ്ങോട്ട് എന്ത് നോക്കിക്കണേന്ന് ഒന്ന് പറഞ്ഞു നോക്കല്ലേ? പിന്നല്ലേ സുന്ദരല്ലേ. ഡയലോഗ് ചോദിച്ചു വാങ്ങിക്കണം, അത് തന്നെ ചെയ്യാവുള്ളൂ. ചെല്ലു. അല്ലെങ്കിൽ ആ നിമിഷം കുന്തോ ഈ തലയിലിരിക്കണ സാധനം ഞാൻ പോയി ചോദിക്കും. ചോദിച്ച് സമ്മതിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അറിയാലോ ഞങ്ങളാ. ഞാൻ പറയാം. നമുക്കൊന്ന് മുൻവശത്ത് പോയി പതുങ്ങി നോക്കിയാലോ? ഞാൻ തോബിയസ്, ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ ചരിച്ചവൻ. അസ്രിയയിലെ നീനവായിലേക്ക് എന്നോട് കൂടെ പോകുന്ന സ്വദേശികളായ സഹോദരങ്ങൾക്ക് ഞാൻ നിരവധിയായ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. 'എന്റെ കർത്താവേ,
എളേപ്പ എളേപ്പ എളേപ്പാ മതി ഇത് മതി. ഇവിടെ തറവാട്ടിലിങ്ങനെ ഒരു പ്രതിഭ ഉണ്ടായിട്ട് ഇനി വേറെ ആളെ തറിയേ. ഇത് മതി. നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിതം ഈ ഇളയപ്പനിലൂടെ ഈ കുന്നംകുളത്തങ്ങാടിൽ ഒരു മുഴുവനും അറിയട്ടെ. ചിരിക്കണ്ട, ചിരിക്കാറാകുമ്പോ ഞാൻ പറയാം. അല്ല, എവിടെ സാറാ? ഏത് സാറേ? സാറല്ല, സാറാ. സാർ സാറാ. ഇതെന്താ പറഞ്ഞോടക്കണേ? ഇതെന്താ ഇവര്? അത് ശരി. എന്നെ മനസ്സിലായില്ലേ? തമ്പുരാട്ടി വിളിക്കണ്ട് ആര്? റിഹേഴ്സലിനെ. അയ്യോ, എന്നാ ഞാൻ പിന്നെ അത് പറഞ്ഞു അല്ലേ? മറന്നു. വെറുതെ കുറച്ചു നേരത്തിന് അവളെന്നെ വിട്ടുതരോടാ. ഇങ്ങോട്ട് വിടറങ്ങടെ. അതിനെന്താ? ഓഫ് കോഴ്സ്. ആ, നീ അക്കൂസാന്ന് എല്ലാവർക്കും അറിയാം. റിഹേഴ്സലിന് പോയോ? പ്രാഞ്ചേട്ടാ, അപ്പൊ തുടങ്ങല്ലേ? ഈ നിലയ്ക്ക് തുടങ്ങി എന്താ ഉണ്ടാവുകയെന്നറിയാലോ. പ്രാഞ്ചേട്ട എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ അഭിനയത്തിന്റെ കുറച്ച് ബാലപാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കായിരുന്നു. നീ ആരുടെ അതിന് പച്ചാളം പാസിയോ? അച്ചോ, ഈ കഥ എങ്ങനെ അവസാനിക്കാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അവസാന നിമിഷം സുന്ദരിയായ ഒരു നായികനെ കൊണ്ടുപോകാൻ പോകും. നാടകവും പോവും. അച്ഛനും മറ്റുള്ളവർക്കും നാടകം കളിക്കാൻ പറ്റാനായിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റണ്ടാവും. വെറുതെ ആ പറഞ്ഞ അവസാനം ഇവിടെ സംഭവിക്കുക. എന്റെ അച്ഛോ, ഒരു പെണ്ണിനോട് മിണ്ടാന്ന് പറഞ്ഞാ ഒളിച്ചോടി പോവാ. മേരിക്കുട്ടിക്ക് ഭർത്താവുണ്ട്. അങ്ങനെയുള്ളൊരു യുവതിയെ തെറ്റായ രീതിയിൽ നോക്കാൻ പോലും പാടുണ്ടോ? ഭർത്താവ് തെറ്റിദ്ധരിക്കും. ആ, ഭർത്താവ് തെറ്റിയായിരിക്കും. എന്നെ ഞാനും പറഞ്ഞത്. നിർത്ത് നിർത്ത്. ടെമ്പോ കൊളയുടെ റിഹേഴ്സൽ തുടങ്ങാം. അടുത്ത സോങ് 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 സരത്തെ സോങ്ങിന് സോങ് സ്റ്റാർട്ട്. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ പ്രാണനായക ഒരു ഇന്റിമേസ് ആയിട്ട് ഇന്റിമേസ് ആയിട്ട് ഇങ്ങനെ 1 2 3 സോങ്. ഇങ്ങനെ തൊട്ടും പിടിച്ചൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ പോലെ ഇത് നാടക ജീവിതമല്ല. അപ്പൊ അഭിനയിക്കണ്ട. അഭിനയം ഞാനിപ്പോ ഇവിടെ വെച്ച് നടത്തും കേട്ടോ. അതെ, നമുക്കിവിടെ ആക്ഷൻ ചെയ്യാം. ഒറിജിനൽ സ്റ്റൈലിൽ എന്തൊരു കഷ്ടത്. മേരിക്കുട്ടിക്ക് കെട്ടിപ്പിടിച്ചാൽ അഭിനയം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെമ്മിയായിട്ട് നിൽക്കാം. അനന്തരം അവന്റെ ശവക്കുഴി മാന്താൻ ഭൃത്യന്മാരോട് അവൻ കൽപ്പിച്ചു. നിന്റെ ഞങ്ങളെ നിങ്ങളിങ്ങനെ ചിക്കൻ തിന്നാൻ തന്ന് സ്റ്റേജിൽ കയറുമ്പോ ആളുകൾക്ക് എന്നെ മനസ്സിലാവാണ്ടിരിക്കോ? തടിച്ചുരുണ്ടിട്ട് നഫ്താലി ഗോത്രത്തിലെ തോബിന് നത്തോലി പോലെ കണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നതാണ്. ഇളയപ്പനെ അങ്ങോട്ട് കഴിക്കി. എനിക്ക് സന്തോഷമുള്ളൂ. അല്ലടി, എന്റെ അഭിനയം എങ്ങനെയുണ്ട്? അതെ, ഞാനൊരു കാര്യം പറഞ്ഞാ എളുപ്പം ചാടി കടിക്കാൻ വരുമോ? ചാടി കടിക്കേ, ഞാനൊന്ന് ആയേ. നീ കാര്യം പറയടി. എളയപ്പന്റെ അഭിനയം കണ്ട അസൂയ മുത്തട്ടെ. പ്രാഞ്ചേട്ടനും ഗുരുവേട്ടനും എളയപ്പന്റെ കൊറേ ഡയലോഗുകൾ വെട്ടിക്കളഞ്ഞു. ഈശോയേ, എളയപ്പം വെറുതെ വന്ന് പോണ ഒരു കഥാപാത്രവും ഇതിൽ നല്ലതാ ബടന്റെ കഥാപാത്രം നല്ലേടി. അല്ലടി ഞങ്ങളെ, പോയി. അപ്പൊ ഞാൻ പഠിച്ച ഡയലോഗ് എന്ത് ചെയ്യും? അതൊക്കെ സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ കയറി ഉറക്കെ അങ്ങ് പറഞ്ഞാ മതി. ഒരു കർത്താവേ, പ്രാഞ്ചും ഗുരു അങ്ങനെ ചെയ്യോ? അയ്യോ, എന്റെ പൊന്നെളയപ്പ ഈ അഭിനയത്തില് സ്വന്തം എന്തോന്നുമില്ല. പെരുന്തച്ച സ്വന്തം മോനെയല്ലേ കൊന്നത്. കാരണം എന്താ? അയാളെക്കാളും നന്നായിട്ട് മോനെ അഭിനയിച്ചു. അതാണ് എളയപ്പാ, ഞങ്ങ പറയണ പോലെ കേട്ടാ ഇവിടെ ഞങ്ങളുടെ രുചിയുള്ള ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൈകൊണ്ട് പച്ചവെള്ളം കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്തെന്നാ പറയാ, നിങ്ങൾ മർമ്മത്താണോടി കയറി പിടിച്ചിരിക്കണേ. നാടകമാണെങ്കിൽ ചേച്ചി കയറി 2-3 ദിവസമുള്ളടി. നാടകം 3-4 ദിവസം കൊണ്ട് അങ്ങോട്ട് തീരും. പക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന ചിക്കന്റെ രുചി അത് തീർക്കണോ? പറ. എന്താ ചെയ്യണ്ട എന്റെ മാതാവേ, ഞാൻ ഇപ്പൊ എന്തൊട്ട് ചെയ്യണ്ടേടി? അതാ പറഞ്ഞേ. അങ്ങനെ വഴിക്ക് വാ.
റിഹേഴ്സൽ ഉണ്ട്, നടത്താൻ കഴിഞ്ഞിട്ടില്ല. നീ ഇരിക്കരോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ നാടകത്തിന്റെ റിഹേഴ്സൽ തീർന്നു. ഇനി ഒരു ലൈറ്റ് റിഹേഴ്സൽ കൂടെ നടത്താനുണ്ട്. പറഞ്ഞോ, നീ ഡയലോഗ് ഒന്നുകൂടെ ശരിയാക്കാനുണ്ട്. ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് കർത്താവ് സ്ത്രോത്രം സ്ത്രോത്രം ആകെ ഞാനതല്ലേ പറയുന്നുള്ളൂ. സ്ത്രോത്രം 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 എന്നല്ല, സ്തോത്രം 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 അങ്ങനെയാ. അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞത്. അത് നീ പറഞ്ഞു തന്നെ. എങ്ങനെയാ അച്ചോ വല്ല റിഹേഴ്സൽ സമയത്ത് ഇവിടെ കിട്ടണേ? ഇവനൊന്നും ഒരു നാടക ക്യാമ്പിൽ കയറ്റാൻ പാടില്ല അച്ചോ. ഇവനും ഭേദം ഉക്കുറുക. അതിന് അവനെയൊന്നും നിങ്ങൾ ഈ പടി കേട്ടില്ലല്ലോ. അല്ലച്ചോ, എന്നാ ഡ്രസ് റിഹേഴ്സല്? അതൊക്കെ നാടൻ കഴിഞ്ഞിട്ടാവാ. അതൊന്നും പറ്റില്ലേട്ടാ. ഇതോടന്നെ വേണം, നാളെ തന്നെ ആയിക്കോട്ടെ. മീശ കളഞ്ഞിട്ട് ദിവസം കുറെ നടക്കണം ഞാൻ. അതെ അതെ, സംഗതി റിഹേഴ്സലൊക്കെ ഇതിനു മുമ്പേ തീർന്നേനെ. അതിനെങ്ങനെയാ എല്ലാവരും ലീവ് എടുക്കല്ലേ? ഇവള് 3 ദിവസം മുടങ്ങി. ഇവൻ ആ 3 ദിവസം ഇവിടെ വന്നൊന്ന് തല കാണിച്ചിട്ട് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയി. ഇളയപ്പം മാത്രമേ എല്ലാ ദിവസവും വന്നിട്ടുള്ളൂ. അങ്ങനെ വേണം ആത്മാർത്ഥമുള്ളവര്. അല്ല, ഇളയപ്പൻ എവിടെ? ചിന്താഭാരത്തോടു കൂടി ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഇളയപ്പനാ നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ തോബിയത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനാണ്. രാത്രി മുറ്റത്ത് കിടന്നുറങ്ങിയ തോബിയത്തിൻ്റെ കണ്ണുകളിലേക്ക് കുരുവികളുടെ ചുടുകാഷ്ടം അടർന്നു വീഴുകയും കാഴ്ച പോകുകയും ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചു, ജീവിതം മസാലയിടാത്ത ചിക്കൻ കറി പോലെയാണെന്ന്. നാടകത്തിന് ഞാൻ വരില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാ റിഹേഴ്സലിന് ഞാൻ മുടങ്ങാതെ തന്നെ എത്തിയത്. ഇന്നു മുതൽ ഒരാഴ്ച ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കാൻ പുറപ്പെടുകയാണ്. അവിടുന്ന് സർവ്വപാപികളിലും കരുണ ചൊരിയട്ടെ. ഇളയപ്പൻ. ഇളയപ്പാ, ഈ ഒരു ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചു അച്ഛാ. ഇളയപ്പന്റെ മനമാറ്റത്തിന് പിന്നിലുള്ള ശക്തികൾ ചിരിക്കണേണ്ടാ. അതുകൊണ്ട് ഈ നാടകത്തിന്റെ ഇടയിൽ ഞാൻ ഒരു നാടകം കളിച്ചു. എന്ത് നാടകം? ആരെവിടെ? ഉത്തരവ്. മക്കളെ പൊറുക്കണട്ടോ ഇളയപ്പനോട്. ഒരു യഥാർത്ഥ കലാകാരന് എറിച്ചു കൂട്ടാനേക്കാളും കൂടുതൽ സ്നേഹം നാടകത്തിനോടാണ്. കർത്താവേ, മോനെ ഈ 2 കോഴിയും തിരിച്ചുണ്ടായിക്കോ. ബ്രാഞ്ചി, ഈ തോവിയത്തിന് നീ ധർമ്മസങ്കടത്തിലാക്കലടാ.